ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റെസിപ്പി തന്നെയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. കേരള സ്റ്റൈൽ സോഫ്റ്റ് ഇഡലി. ചിലർ പറയുന്നു ഇഡലി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റായി കിട്ടുന്നില്ല എന്നൊക്കെ. പിന്നെ മലയാളികൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഇവിടെ ചിലർ എന്നോട് പറഞ്ഞു ഒന്ന് ഇഡലി ഉണ്ടാക്കി കാണിക്കാമോ എന്ന്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ഉച്ചക്കാണ് അരി കുതിർക്കാൻ വെക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഇവിടെ കുതിർക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരു 6-7 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇതിപ്പോൾ ഉച്ചക്ക് 2 മണിക്കാണ് ഞാൻ കുതിർക്കാൻ വെക്കുന്നത്. രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് ഇത് അരച്ചെടുക്കുന്നത്. അരി നന്നായി കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ ഉഴുന്നും കഴുകി വൃത്തിയാക്കി. ആദ്യം തന്നെ ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല മിനുസമായിട്ട് അരച്ചെടുക്കാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉഴുന്നിവിടെ സോഫ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അളവ് തെറ്റിപ്പോകുന്നത് കൊണ്ടായിരിക്കാം ഇഡലി സോഫ്റ്റ് ആവാതിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരിയുടെ കൂടെയാണ് ഞാനിവിടെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരി സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. വേറൊരു കാര്യം, ഇതിൻ്റെ കൂടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗൺ റൈസ് ഉണ്ടാക്കിയ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 3 ടേബിൾ സ്പൂൺ ചോറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പുഴുങ്ങലരിയുടെ ഏത് ചോറും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വെള്ള റൈസാണെങ്കിൽ പുഴുങ്ങലരിയുടെ ചോറാവണമെന്നേ ഉള്ളൂ. വെള്ളയായാലും ബ്രൗൺ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ അരിയും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു. ഇതിൻ്റെ കൂട്ട് അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഉഴുന്നും അരിയും അരച്ചത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചും ഇത് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണ് കൊണ്ടും മിക്സ് ചെയ്യാം, കൈ കൊണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പുളിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 7-8 മണിക്കൂർ നമ്മൾ പുളിക്കാൻ വെക്കണം. ഞാൻ രാത്രി ഒരു 9:30 മണിക്കാണ് ഇത് അരച്ച് വെച്ചത്. പിറ്റേന്ന് 7 മണിയാകുമ്പോഴാണ് തുറന്നു നോക്കുമ്പോൾ ഇതേമാതിരി മാവ് നമുക്ക് കിട്ടുന്നത്. പൊന്തി വന്നിട്ട് കാണാം, പുളിച്ച് പൊന്തി വന്നതായിട്ട് കാണാം. ഇനി ബാക്കി ഉപ്പ് കൂടി, പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളക്കി യോജിപ്പിക്കുന്നതിലും ഇതിൻ്റെ സ്വാദിന് പ്രധാന പങ്കുണ്ട്. ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ തട്ടിലേക്കും ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് തടവി കൊടുക്കാം. എന്നാൽ നമുക്ക് ഇഡലി ഇളക്കിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. അധികം നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുഴി നിറയുന്നത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളമാവാൻ പാടില്ല, കൂട്ടിൻ്റെ ലൂസാവാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേമാതിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ തട്ടിലേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റിയെടുക്കാം.
ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളക്കുന്നുണ്ട്. തിളക്കുമ്പോൾ മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തതും കൂടി ഇങ്ങനെ ഒരേ സമയം 2-3 തട്ടുകളിലാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒരു 15ഓളം ഇഡലി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു ദിവസത്തെ ആവശ്യത്തിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 15ഓളം ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാ തട്ടിലും നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. ഇത് ഏകദേശം 10-15 മിനിറ്റോളം ആവി കയറ്റാൻ സ്റ്റീം ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചട്നി, ഒരു സിമ്പിൾ ചട്നി അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ചട്നിയാണ് ഇഡലിയുടെ കൂടെ തയ്യാറാക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കാം. ആദ്യം തേങ്ങയും ഉള്ളിയും ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്ത് ചട്നി ലൂസാക്കി ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നിയുടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏകദേശം 10-15 മിനിറ്റോളം നമ്മുടെ ഇഡലി ആവി കയറ്റാൻ വെച്ചിരുന്നു. അത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇഡലി എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം തളിച്ച് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും, നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ചട്നിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കടുവും ചേർത്ത് വറുത്തിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇത്. എന്നാലും ചിലർ പറയുന്നുണ്ട് ഇഡലി ഉണ്ടാക്കുമ്പോൾ വളരെ കട്ടിയായിട്ടാണ് കിട്ടുന്നതെന്ന്. അത് ഇതിൽ ചേർക്കുന്ന അളവിൻ്റെ നമ്മൾ അരിയും ഉഴുന്നും എടുക്കുന്ന അളവിൻ്റെ വ്യത്യാസമായിരിക്കും. അത് ഇതേമാതിരി എടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തേങ്ങാ ചട്നിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുളകും ചേർത്ത് വറുത്തിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈ ഇഡലിക്ക് വേണമെങ്കിൽ സാമ്പാറും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇഡലി വേറൊരു പാത്രത്തിലേക്ക് ഇളക്കി മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇഡലി എത്ര സോഫ്റ്റാണെന്ന്. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇഡലി ഒന്ന് ഉണ്ടാക്കി കാണിക്കാമോ എന്ന്. അതാണ് ഞാൻ ഇപ്പോഴും ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് ഇവിടെ കുറച്ച് സാമ്പാർ വെച്ചും സെർവ് ചെയ്യാം. സാമ്പാറും ചട്നിയുമാണ് ഇഡലിക്ക് രണ്ടും കൂട്ടി കഴിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കറികൾ. നമ്മുടെ ഇഡലിയും ചട്നിയും വിത്ത് സാമ്പാർ ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.